സിനിമാ മേഖലയിൽ പരാതി പരിഹാര സംവിധാനം രൂപീകരിക്കാനുള്ള ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്ത് സിനിമാ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ. സിനിമാ രംഗത്തെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വിധി പ്രയോജനം ചെയ്യുമെന്ന് കെ ശൈലജ MLA പറഞ്ഞു. വിധി നടപ്പാക്കാൻ എല്ലാ സംവിധായകരും ശ്രമിക്കണമെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് പ്രതികരിച്ചു. തീർച്ചയായും അതൊരു വളരെ ന്യായമായ ആവശ്യമാണ്. അത് സ്വാഗതാർഹമാണ്. ഈ വിധി വരുന്നതിന് മുമ്പ് തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി മുൻകൈയെടുത്ത് അക്കാദമിയിൽ നിന്ന് എന്നെയും സെക്രട്ടറി അജോയെയും KSFDCയിൽ നിന്ന് ഷാജിയൻ കരുണയും വിളിച്ച് ഈ വിഷയം ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വനിതാ കമ്മീഷനുമായിട്ടും അധ്യക്ഷ സതീദേവിയുമായിട്ടും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. 23-ാം തീയതി വനിതാ കമ്മീഷൻ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നുണ്ട്. നമ്മുടെ ട്രേഡ് ബോഡീസിലെ അംഗങ്ങളും ആയിട്ടൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അതെനിക്ക് എറണാകുളത്താണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ എല്ലാവർക്കും കത്തുകൾ പോയിട്ടുണ്ട്. അവിടെ വെച്ച് അവരുടെ അഷുറൻസ് വാങ്ങി. ഇനിയിപ്പൊന്നും വേറെ ഇതിനകത്ത് മുഖം ധരിച്ച് നിൽക്കാൻ പറ്റില്ല. കാരണം കോടതി വിധിയാണ്, നടപ്പിലാക്കിയേ പറ്റുള്ളൂ. WCCയുടെ ഒരു പോരാട്ടത്തെ മാർക്ക് ചെയ്യുന്ന ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. സർക്കാരും സിനിമാ സംഘടനകളും തന്നെ ഇതിന് ഇത്തരം സംവിധാനം വേണമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയും അത് എങ്ങനെ നടപ്പാക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോവുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അപ്പൊ എന്തുകൊണ്ടും WCC അന്ന് തുടങ്ങി വെച്ചിട്ടുള്ള ഒരു പോരാട്ടം വേറൊരു തരത്തിൽ കുറെ അധികം നാളുകൾ എടുത്തിട്ടാണെങ്കിൽ പോലും ആ നിലയിൽ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. കാരണം സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ പരാതി പരിഹാര സെല്ലുകൾ ഉണ്ടാവുക, കമ്മിറ്റികൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ അർത്ഥത്തിൽ തീർച്ചയായിട്ടും അതിനെ സ്വാഗതം ചെയ്യുന്നു. അടിയന്തരമായും സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഇത്തരം ഇടങ്ങളിലെല്ലാം പരാതി പറയാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതിന് അതുവഴി സാധിക്കും എന്ന നല്ല പ്രതീക്ഷയാണുള്ളത്. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് യാത്രാവേളയിൽ ഉണ്ടായിട്ടുള്ള ഒരു ക്രൂരമായിട്ടുള്ള ആക്രമണമാണ്. ആ കാര്യങ്ങളടക്കം കോടതിയുടെ മുമ്പാകെ ഇപ്പോൾ കേസ് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെയായിരിക്കണം ഓരോ തൊഴിൽ മേഖലക്കകത്തും സ്ത്രീകളുടെ മാന്യമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള സാഹചര്യം, തൊഴിൽ സാഹചര്യം ഉറപ്പുവരുത്തുക എന്നുള്ളത് കേരളീയ സമൂഹം വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതായിട്ടുണ്ട്.